the course BSOE 144. The unit title is Feminist Critique of Ethnography. The objectives of these lessons are, after reading this unit, you will be able to understand the impact of feminist thought on ethnographic research. പിന്നെ അടുത്തത് ഐഡൻറ്റിഫൈ ദ കീ ഓതേഴ്സ് ആൻഡ് ടെക്സ്റ്റ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഫെമിനിസ്റ്റ് എത്നോഗ്രഫി. Third, the strength and limitations of the feminist approach, and identify major areas of inquiry in which feminist scholars are currently engaged. നമുക്ക് ലെസണിലേക്ക് കടക്കാം. അത് ഇൻട്രൊഡക്ഷനിൽ ദ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഫെമിനിസ്റ്റ് തോട്ട് ഹാവ് മെയ്ഡ് ആൻ എക്സ്ട്രാ-ഓർഡിനറി ഇമ്പാക്റ്റ് ഇൻ ദ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഓവർ ദ പാസ്റ്റ് ഹാഫ് എ സെഞ്ചുറി. അപ്പോൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതുപോലെ ഫെമിനിസ്റ്റ് വിചാരഗതികളും ഏതാണ്ട് പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ട് സോഷ്യൽ സയൻസിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഓവർ ദ പാസ്റ്റ് ഹാഫ് എ സെഞ്ചുറി, അത്രത്തോളം കാലങ്ങളോളമായി. ഫെമിനിസം വിച്ച് ഹാസ് ഇറ്റ്സ് ഫോക്കസ് ദ സബോർഡിനേഷൻ ഓഫ് വുമൺ ബൈ മെൻ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഓവർ 2 centuries. അപ്പോൾ ഫെമിനിസം എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്? വിച്ച് ഹാസ് ഇറ്റ്സ് ഫോക്കസ് ദ സബോർഡിനേഷൻ ഓഫ് വുമൺ ബൈ മെൻ, പുരുഷന്മാര് സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്ന ആ ഒരു ട്രെൻഡ്, അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫെമിനിസം ഉത്ഭവിച്ചിരിക്കുന്നത് തന്നെ. ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഓവർ 2 പോകുന്നത്. അപ്പം അതാണ് ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ ഫോക്കസ് തന്നെ. മേരി വോളൻക്രാഫ്റ്റ്സ് പൈനറിംഗ് വർക്ക് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് വ്യൂഡ് ആസ് എ foundational text of feminism in Europe, in which women for the first time organized themselves politically, demanding the right to vote. Feminism has been broadly categorized into liberal, Marxist and socialist feminism. അപ്പോൾ ഫെമിനിസം പല രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ലിബറൽ, പിന്നെ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഫെമിനിസം, ഇങ്ങനെ പല രീതിയിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. While it is not within the scope of this unit to map the trajectories of these various viewpoints, ഈ viewpointsന്റെ ഒക്കെ പന്താവിൽ കൂടി ചലിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഈ യൂണിറ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിന് വേറെ ചില ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ underlying core of all these approaches is to bring to the center stage women's experience in all walks of life, from the secluded, secret, private sphere to the more visible public one. അപ്പം ഈ യൂണിറ്റിൽ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദിസ് യൂണിറ്റ് ടു മാപ്പ് ദ all the approaches is to the center stage women's experience in all walks of life. അപ്പൊ ജീവിതത്തിന്റെ ഒരേ ദിശകളിൽ കൂടി കടന്നു പോകുമ്പോഴും സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം സെക്യൂർഡ്, സീക്രട്ട്, പ്രൈവറ്റ്, സ്പിയർ ടു ദ മോർ വിസിബിൾ പബ്ലിക്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ സീക്രട്ടായിട്ടും പ്രൈവറ്റ് ആയിട്ടും പിന്നീട് പബ്ലിക്കായിട്ടും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാണിക്കുന്നത്. While liberal feminism advocates for reforms in the system and the promotion of practices and policies that will promote gender equality, Marxist and socialist or radical approaches view the system itself as fundamentally flawed and unequal, and therefore advocate radical structural changes and on overhauling the social institutions so that they do not discriminate against women. അപ്പം പല രീതിയിലും സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ചിന്താഗതികളാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഫെമിനിസത്തിൽ കൂടി നടക്കുന്നത്. ദ സോ കോൾഡ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം. ഇപ്പൊ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അത് വോട്ട് റൈറ്റ്സിന് വേണ്ടിയിട്ട്, വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കില്ലായിരുന്നു. ആ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വേവ് ആയിരുന്നു ഫസ്റ്റ് വേവ് എങ്കിൽ, സെക്കൻഡ് വേവ് എന്ന് ഇവിടെ പറയുന്നത് ഫെമിനിസത്തിന് വിച്ച് ബിഗാൻ ഇൻ ദ 1960s ആൻഡ് 1970s ഇൻ ദ USA ആൻഡ് യൂറോപ്പിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും
1960 തുടങ്ങി 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വളർച്ചയാണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇതില് സെക്കൻഡ് വേവില് പ്രാധാന്യമുള്ള വസ്തുത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ സോ ആൻഡ് ഇന്റൻസ് അപ്സർജ് ഇൻ ഫെമിനിസ്റ്റ് മൊബിലൈസിങ് ആക്ടിവിസം ആൻഡ് റൈറ്റിംഗ് ഇൻക്ലൂഡിങ് ഇൻ ദ സോഷ്യൽ സയൻസസ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ സയൻസിൽ സ്ത്രീകളുടെ ചലനശക്തി മുന്നോട്ട് പോകാനുള്ള ആ ആവേശത്തിനെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പല റൈറ്റിംഗ്സ് ഒക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ലാർജ് നമ്പേഴ്സ് ഓഫ് വുമൺ entered universities and very soon began to realize that in many areas of social thought, history was either assumed to be male with women confined to domestic spaces. അപ്പോൾ മിക്കവാറും ലാർജ് നമ്പേഴ്സ് ഓഫ് വുമൺ entered universities and very soon. അപ്പൊ ഈ കാലഘട്ടത്തിൽ ധാരാളം സ്ത്രീകൾ നേരത്തെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി പുറത്തോ ഹയർ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകുന്ന ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. അകത്ത് തന്നെ കുടുംബത്തിന്റെ ഉള്ളിൽ ജീവിക്കുക, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു സ്ത്രീകൾ എങ്കിൽ ഈ സെക്കൻഡ് വേവിന്റെ ആ കാലഘട്ടത്തിൽ ലാർജ് നമ്പേഴ്സ് ഓഫ് വുമൺ entered യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ധാരാളം സ്ത്രീകൾ ചേരാൻ തുടങ്ങി. ആൻഡ് വെരി സൂൺ ബിഗാൻ ടു റിയലൈസ് ദാറ്റ് ഇൻ മെനി ഏരിയാസ് ഓഫ് സോഷ്യൽ തോട്ട് ഹിസ്റ്ററി വാസ് ഐദർ അസ്യൂം ടു ബി മെയിൽ വിത്ത് വുമൺ കൺഫൈൻഡ് ടു ഡൊമസ്റ്റിക് ഫേസസ്. അപ്പൊ അത്തരം ആ സമയത്തൊക്കെയുള്ള ഒരു ചിന്താധാര എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് ചരിത്രത്തിൽ സ്ഥാനമുള്ളത്, അവര് പുറത്തു പോവുക, കാര്യങ്ങൾ അന്വേഷിക്കുക. വിത്ത് വുമൺ കൺഫൈൻഡ് ടു ഡൊമസ്റ്റിക് സ്പേസസ്, സ്ത്രീകളെ ധരിച്ചിരുന്നത് സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടവരാണെന്നും ഓർ ജെൻഡർ ഇഷ്യൂസ് വെർ സിംപ്ലി റിഗാർഡഡ് ആസ് അൺഇമ്പോർട്ടൻറ്റ് ടു ഇറലവൻറ്റ്. ജെൻഡർ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് അത് അത്യാവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. പുരുഷന്മാര് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്നതും സ്ത്രീകൾ വീട്ടുകാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ദിസ് ആൻഡ്രോസെൻട്രിക് ബയസ്, ഈ പുരുഷ മേധാവിത്വത്തിന്റെ ആ ഒരു ചിന്താഗതി ബയസ് വാസ് ഓൾസോ എക്സ്പീരിയൻസ്ഡ് ബൈ സ്റ്റുഡൻസ് ഓഫ് ആന്ത്രോപോളജി വിച്ച് itself described as the science of man. അപ്പൊ ഈ സമൂഹത്തിൽ കണ്ടുകിട്ടുന്ന ഈ രീതി, അതായത് പുരുഷ മേധാവിത്വത്തിന്, പുരുഷന്മാർക്കാണ് എല്ലാത്തിനും അവകാശമുള്ളതെന്നുള്ള ആ ഒരു ധാരണ, സ്ത്രീകൾ വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന് വീട്ടുകാരെ നോക്കുക എന്നുള്ള ആ ധാരണ. അപ്പൊ ആ ധാരണയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലഘട്ടങ്ങളിലെ ആന്ത്രോപോളജിയും ആൻഡ്രോസെൻട്രിക് ബയസ് അവിടെ ഉണ്ടായിരുന്നു, പുരുഷ മേധാവിത്വം എന്നുള്ള ഒരു ചിന്താഗതി. അപ്പൊ ആന്ത്രോപോളജി എന്നുള്ള ആ വിഷയത്തിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ഇറ്റ് സെൽഫ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ സയൻസ് ഓഫ് മെൻ. അതുകൊണ്ട് തന്നെ ആന്ത്രോപോളജീനെ പുരുഷന്മാരുടെ സയൻസ് എന്നുള്ളത്, അതായത് അതിനെ ഡീൽ ചെയ്യേണ്ടത്, അത് ആ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് പുരുഷന്മാരാണെന്നുള്ള ഒരു ചിന്താധാര അതിൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്നു. ഡിസ്പൈറ്റ് ദ ലോങ് സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓഫ് ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ഇൻ കിൻഷിപ്പ് ആൻഡ് ഫാമിലി, ദ focus was the male and issues related to descent, property, political organization based on kinship. For instance, Claude Lévi-Strauss alliance theory views women merely as the conductors or messages exchanged by different groups of men. Women ethnographers like Margaret Mead and Ruth Benedict published very popular ethnographic text. അപ്പൊ ഈ കാലഘട്ടത്തിൽ മാർഗരറ്റ് മീഡും അതുപോലെ റൂത്ത് ബെനഡിക്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത കുറെ എത്തനോഗ്രാഫേഴ്സ് ഉണ്ട്. അതിലൊക്കെ സ്ത്രീ മഹത്വത്തിനെ കൂടുതൽ, സ്ത്രീയുടെ ശക്തിയെ കൂടുതൽ വിളിച്ചോതുന്നതായിരുന്നു. However, their work was viewed very condescendingly and critically by dominant men of the British School of Social Anthropology, who thought it was unscientific, impressionist and frivolous. അപ്പോൾ ഈ മാർഗരറ്റ് മീഡ് അതുപോലെ റൂത്ത് ബെനഡിക്റ്റ് മുതലായ മഹതികൾ എഴുതിയിട്ടുള്ള പല എത്തനോഗ്രാഫിക് ടെക്സ്റ്റുകളും വളരെ നല്ലതായിട്ടും സ്ത്രീകളെ ശരിക്ക് അവരുടെ ആ ജീവിത രീതിയെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളായിരുന്നെങ്കിലും അവരുടെ ഈ ബുക്കുകൾ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് സോഷ്യൽ
സോഷ്യൽ ആന്ത്രോപോളജിയിലെ ആളുകളൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ദൃഷ്ടിയെ കൂടി, വിമർശനാത്മകമായിട്ടുള്ള ദൃഷ്ടി കൂടിയാണ് ഇതിനെ വീക്ഷിച്ചത്. സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരിക, അവരെ കുറിച്ച് എഴുതുക, അവരുടെ അവകാശങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക. അപ്പൊ ഈ പ്രക്രിയയൊക്കെ അൺസയന്റിഫിക്, ഇംപ്രഷനിസ്റ്റ് ആൻഡ് ഫ്രൈവലസ്, ആവശ്യമില്ലാത്തതും മോശമായിട്ടുള്ളതും അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ എഴുതിയിട്ടുള്ളത് എന്നുള്ള ഒരു അഭിപ്രായക്കാരായിരുന്നു അന്നത്തെ മെൻ ആന്ത്രോപോളജിസ്റ്റുകൾ. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ബൈ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ദാറ്റ് മച്ച് ഓഫ് ദ ഇൻഫർമേഷൻ ആൻഡ് എത്തനോഗ്രാഫിക് അക്കൗണ്ട്സ് ഓൺ ദ ലീവ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വുമൺ വെർ ഓഫൺ ഇൻ റിയാലിറ്റി റിപ്പോർട്ട്സ് ഓഫ് മെയിൽ ഇൻഫോർമൻസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മെയിൽ എത്തനോഗ്രാഫേഴ്സ്. അപ്പൊ it was observed by feminist scholars that much of the information and ethnographic accounts on the lives and experience of വുമൺ, അപ്പൊ സ്ത്രീകളുടെ ജീവിതവും അവരുടെ എക്സ്പീരിയൻസും ഇനയും ചേർത്തിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഈ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് വേർ ഓഫൺ ഇൻ റിയാലിറ്റി റിപ്പോർട്ട്സ് ഓഫ് മെയിൽ ഇൻഫോർമൻസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മെയിൽ എത്തനോഗ്രാഫേഴ്സ്. അപ്പൊ അവര് ശരിക്കും വാസ്തവികതയാണ് ഈ സ്ത്രീകൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് മറ്റ് മെയിൽ എത്തനോഗ്രാഫേഴ്സിനും ഇവരുടെ ഈ അറിയിപ്പുകൾ, അവരുടെ റിപ്പോർട്ട്സ് ഒക്കെ അയച്ചു കൊടുത്ത ആളുകൾ. ഇൻ ദ 1960s and 1970s, therefore feminists set out to correct the male bias in societies they studied. അപ്പൊ ഈ 1960-70s ആ കാലഘട്ടത്തിൽ ഫെമിനിസ്റ്റ് സെറ്റ് ഔട്ട് ടു കറക്റ്റ് ദ മെയിൽ ബയസ്. അപ്പൊ ഈ പുരുഷ മേധാവിത്വത്തിന്റെ ആ ബയസ് ആയിട്ടുള്ളത്, പക്ഷപാതപൂർണമായിട്ടുള്ള ആ പ്രവർത്തികളെ സൊസൈറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അന്നത്തെ ഫെമിനിസ്റ്റുകൾ വളരെ അധികം വ്യഗ്രത കാണിച്ചു. ദേ ആർഗ്യൂഡ് ദാറ്റ് ദ ഫീൽഡ് ഹാഡ് ബീൻ dominated by male researchers and was full of male stereotypes and androcentric frameworks for the analysis of cultures. അപ്പൊ ഈ ഫെമിനിസ്റ്റുകൾ, അത് മാർഗരറ്റ് മീഡ്, അതുപോലെ റൂത്ത് ബെനഡിക്റ്റിനെ പോലെയുള്ള ഫീമെയിൽ എത്തനോഗ്രാഫേഴ്സ് ആർഗ്യൂ ചെയ്ത് ദാറ്റ് ദ ഫീൽഡ് ഹാഡ് ബീൻ ഡൊമിനേറ്റഡ് ബൈ മെയിൽ റിസർച്ചേഴ്സ്. ആന്ത്രോപോളജിയുടെ റിസർച്ച് ഫീൽഡ് മേധാവിത്വം മെയിൽ റിസർച്ചേഴ്സിനാണ്. ആൻഡ് വാസ് ഫുൾ ഓഫ് മെയിൽ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ആൻഡ്രോസെൻട്രിക് ഫ്രെയിംവർക്സ് ഓഫ് ദ അനാലിസിസ് ഓഫ് കൾച്ചർ. അപ്പൊ അവര് കൾച്ചറിനെ, ഈ പുരുഷ മേധാവികൾ അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ കൾച്ചറിനെ അനാലിസിസ് ചെയ്ത് ലോകത്തിന്റെ മുൻപിൽ കാണിക്കുമ്പോൾ അവിടെ അവർക്ക് ചില ധാരണകളുണ്ട്. ശരിക്കും ശരിയായിട്ടുള്ള ധാരണയല്ല, തെറ്റായ ധാരണയാണ്. അതുപോലെ സ്ത്രീകളെ കുറിച്ച് ഒരു സ്റ്റീരിയോ ടൈപ്പ്, അതുപോലെ സമൂഹം എന്ന് പറഞ്ഞാൽ അത് ആൻഡ്രോസെൻട്രിക് ആണെന്നുള്ള ഒരു ബോധം, അവര് പുരുഷ മേധാവിത്വത്തിലുള്ള ഒന്നാണ് സമാജം എന്നുള്ള ഒരു ബോധ്യത, അതുപോലെ സ്ത്രീകളുടെ ഒരു രൂപം, സ്റ്റീരിയോ ടൈപ്പ് രൂപമുണ്ട്, അതും അവര് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പൊ ഇൻ ദ ഫോളോയിങ് സെക്ഷൻസ് വി മാപ്പ് ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഫെമിനിസ്റ്റ് തിയറൈസിങ് ആൻഡ് മെത്തഡോളജി ഫ്രം ദ ഏർലി ബിഗിനിങ് ടു ദ കണ്ടംപററി പീരീഡ്. അപ്പൊ ഇനി വരുന്ന ഇതിൽ നമ്മൾ ഫെമിനിസ്റ്റ് തിയറൈസിങ് ആൻഡ് മെത്തഡോളജി, അത് ഏർലി ബിഗിനിങ് തുടങ്ങി ഈ പീരീഡ് വരെയുള്ള അതിന്റെ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ നോക്കണം. വി ഷാൽ എക്സാമിൻ സം ഓഫ് ദ ക്രൂഷ്യൽ മെത്തഡോളജിക്കൽ and substantive debates that feminism engaged and will elaborate some of the areas of inquiry and research in which feminist anthropologists are currently engaged. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള മെത്തഡോളജിക്കൽ debates and substantive debates that feminism engendered. ഫെമിനിസം നടത്തിയ ചില മെത്തഡോളജിക്കൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിബേറ്റ്സ് ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. സം ഓഫ് ദ ഏരിയാസ് ഓഫ് എൻക്വയറി ആൻഡ് റിസർച്ച് ഇൻ വിച്ച് ഫെമിനിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ആർ കറന്റ്ലി engaged. It will become clear to you that gender is today regarded as a central fundamental category. ഇപ്പൊ ഈ സമയത്തൊക്കെ കൂടുതൽ become clear to
that gender, ആ കാലഘട്ടത്തിൽ ജെൻഡർ എന്നുള്ളത് ഈസ് ടുഡേ റിഗാർഡഡ് ആസ് എ സെൻട്രൽ ഫണ്ടമെന്റൽ കാറ്റഗറി. വിത്തൗട്ട് എ ജെൻഡർ പെർസ്പെക്റ്റീവ്, ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് ഇല്ലാതെ, ജെൻഡർ എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് സൊസൈറ്റി ആൻഡ് കൾച്ചർ വിൽ ബി ഇൻകംപ്ലീറ്റ്. അപ്പൊ സൊസൈറ്റിനെ അനലൈസ് ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യണമെങ്കിൽ ആ ജെൻഡർ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ കൂടി തന്നെ നമ്മൾ നോക്കി കാണണമെന്നും, ഇൻഎഡ്യൂക്കേറ്റ് ആൻഡ് യൂണി ഡൈമെൻഷനൽ, അങ്ങനെ അല്ലെങ്കിൽ അത് ഇൻഎഡ്യൂക്കേറ്റ് ആൻഡ് യൂണി ഡൈമെൻഷനൽ ആയിരിക്കുമെന്നും ഇൻകംപ്ലീറ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ജെൻഡർ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ബീയിങ് സെൻട്രൽ ടു ദ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഓഫ് പവർ. ജെൻഡർ എന്ന് പറയുന്നത് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ബീയിങ് സെൻട്രൽ ടു ദ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഓഫ് പവേഴ്സ്. പവറിന്റെ ആ ഘടനയെ അനലൈസ് ചെയ്യാൻ നേരത്ത് അതിന്റെ സെൻട്രൽ ആയിട്ട് വരുന്ന ഒന്നാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മോഡ് ഓഫ് ഐഡിയോളജിക്കൽ കൺട്രോൾ അക്രോസ് കൾച്ചേഴ്സ്. ഫെമിനിസ്റ്റ് എത്തനോഗ്രാഫേഴ്സ് ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് ദിസ് ഇഷ്യൂ ടു ദ ഫോർഫ്രണ്ട്. അപ്പൊ ഈ ഇഷ്യൂ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഫെമിനിസ്റ്റ് എത്തനോഗ്രാഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് അവര് ചെയ്തിരുന്നത്. ഏർലി ഇൻഫ്ലുവൻസസ്. എലൈൻ ലിവിൻ 2006 mentions the work of some brave and pioneering women, many of whom remained unknown and unrecognized. അപ്പൊ എലൻ ലെവിൻ ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്, വർക്ക് ഓഫ് സം ബ്രേവ് ആൻഡ് പൈനറിങ് വുമൺ. ആദ്യ കാലഘട്ടത്തിൽ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പ്രവർത്തിക്കാൻ വന്ന ചില സ്ത്രീകൾ, ഹൂം റിമൈൻഡ് അൺനോൺ ആൻഡ് അൺറെക്കഗ്നൈസ്ഡ്. അന്ന് ഒത്തിരി സ്ത്രീകൾ, പല സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ പേരോ ഒന്നും അറിയപ്പെട്ടിട്ടില്ല കാര്യമായിട്ട്. പ്രൊമിനന്റ് എമംഗസ്റ്റ് ദം ഈസ് എൽസി ക്ലൂസ് പേഴ്സൺ. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരു പ്രധാനപ്പെട്ട സ്ത്രീയാണ് എൽസി ക്ലൂസ് പേഴ്സൺ എന്നുള്ളത്. എ പൊളിറ്റിക്കൽ റാഡിക്കൽ ആൻഡ് ഔട്ട്സ്പോക്കൺ ഫെമിനിസ്റ്റ്. അവരൊരു പൊളിറ്റിക്കൽ റാഡിക്കൽ ആൻഡ് ഔട്ട്സ്പോക്കൺ ഫെമിനിസ്റ്റ് ആയിരുന്നു. ഹു മെയ്ഡ് യൂസ് ഓഫ് ഹർ പേഴ്സണൽ വെൽത്ത് ടു ഓഫർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു യങ്ങർ സ്കോളേഴ്സ് ഇൻ ആൻ എറ ബിഫോർ പബ്ലിക് ഫണ്ടിങ് ഫോർ ഫീൽഡ് റിസർച്ച് ഹാഡ് ബീൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. അപ്പൊ അവര് വളരെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫീൽഡിലേക്ക്, റിസർച്ച് ഫീൽഡിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവരുടെ വെൽത്ത് മുഴുവനും അവരതിനായിട്ട് യൂസ് ചെയ്യാനുണ്ടായത്. ആ കാലഘട്ടങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് ഒരു ഫണ്ടിങ് രീതി ഉണ്ടായിരുന്നില്ല റിസർച്ചിന്. അപ്പൊ റിസർച്ചിന് വരുന്ന യങ് സ്കോളേഴ്സ്, ലേഡീസിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ വെൽത്ത് ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്തത്. റൂത്ത് ബെനഡിക്റ്റ് വാസ് വൺ ഓഫ് ദ ബെനിഫിഷ്യറീസ് ഓഫ് പേഴ്സൺസ് ജനറോസിറ്റി. റൂത്ത് ബെനഡിക്റ്റ് വളർന്നു വന്നത് പേഴ്സന്റെ സഹായത്തോടു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബെനിഫിഷ്യറി ആയിരുന്നു റൂത്ത് ബെനഡിക്റ്റ്. പേഴ്സൺ കംപ്ലീറ്റഡ് ഹെർ ഡോക്ടറേറ്റ് ഇൻ സോഷ്യോളജി ഫ്രം കൊളംബിയ യൂണിവേഴ്സിറ്റി in 1899 but moved to anthropology under the influence of scholars like Krosberg, Louise Pear Bose and others when she was in her 40s. She traveled with male colleagues to the American Southwest, thus breaking social barriers against men and women working together. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടസ്സത്തെ നീക്കാൻ വേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ റൂത്ത് ബെനഡിക്റ്റ് എന്ന് പറഞ്ഞ. Her best known work is Pueblo Indian Religion. അവരുടെ ഏറ്റവും നല്ല വർക്കാണ് Pueblo Indian Religion എന്നുള്ളത്. എ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കമ്പാരിറ്റീവ് വർക്ക് ഹൂസ് കോൺസ്റ്റന്റ് തീം ഈസ് കൾച്ചർ ചേഞ്ച്. അപ്പൊ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കമ്പാരിറ്റീവ് വർക്കായിരുന്നു. അപ്പൊ അതിലെ കോൺസ്റ്റന്റ് തീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൾച്ചർ ചേഞ്ച്. സോറ നെയിൽ തൗസൻഡ് വാസ് അനദർ ഏർലി പൈനിയർ. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ സ്ത്രീകള് അവര് ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും വളർത്താനും സഹായിച്ചിട്ടുള്ള വ്യക്തികളും അവരുടെ കൃതികളെ കുറിച്ചാണ് ഇനി കുറച്ച് പറയുന്നത്. സോറ നെയിൽ തൗസൻഡ് വാസ് അനദർ ഏർലി പൈനിയർ മെൻഷൻഡ് ബൈ ലുയിൻ. She was an African American woman who studied at Columbia University under Franz Boas. She experimented with several narrative forms and moved freely between academic and creative writing. Daisy Bates, a little known field worker
who for several decades lived near the Australian Aborigines. ഓസ്ട്രേലിയൻ അബോർജിൻസിന്റെ ഇടയിൽ വളരെ പല ദശാബ്ദങ്ങൾ ജീവിച്ചിട്ടുള്ള ഒരു ഫീൽഡ് വർക്കറാണ് ഡെയ്സി ബേറ്റ്സ് എന്ന് പറയുന്നത്. അവരെ കുറിച്ച് വളരെ കുറച്ച് പുറത്തേക്ക് അറിയുന്നുള്ളൂ. പക്ഷേ ഷി സെഡ് ടു ഹാവ് പ്രൊവൈഡഡ് A.R. Radcliffe Brown with much of the data that he later claimed as his own. അപ്പൊ A.R. റാഡ്ക്ലിഫ് ബ്രൗണിന് അദ്ദേഹത്തിന്റെ റിസർച്ച് വർക്കിലേക്ക് വേണ്ട ഒത്തിരി ഡാറ്റാസ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ ഡെയ്സ് ബേറ്റ്സ് ആണ്. പക്ഷേ അത് പിന്നീട് അറിയുന്നത് അത് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തമാണ്, അല്ലാണ്ട് ഇവരിൽ നിന്ന് കിട്ടിയതല്ലെന്നാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. പക്ഷെ വാസ്തവികത ഇതാണെന്നാണ്. ഡെയ്സി ബേറ്റ്സ് ആണ് കൂടുതൽ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് റാഡ്ക്ലിഫ് ബ്രൗണിന് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. വിത്തിൻ ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രപ്പോളജി, Phyllis Carberry, a student of Malinowski, was recognized as a pioneer of ethnographic research on women in specific social and political contexts. അപ്പോൾ സ്പെസിഫിക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഒരു പേരെടുത്ത എത്തനോഗ്രാഫിക് റിസർച്ചാണ് ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രപ്പോളജി ഫിലിസ് കാബറി. അദ്ദേഹം അവര് മാലിനോവ്സ്കിയുടെ ഒരു സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. ഇൻ 1939 ഷീ റോട്ട് അബോറിജിനൽ വുമൺ. അവര് 1939 എഴുതിയിട്ടുള്ള ബുക്കാണ് അബോറിജിനൽ വുമൺ സാക്രഡ് ആൻഡ് പ്രൊഫൈൻ, വിച്ച് എക്സാമിൻ ദ റിച്ച് ബട്ട് സെപ്പറേറ്റ് റിച്വൽ എക്സ്പീരിയൻസ് ഓഫ് അബോറിജിനൽ വുമൺ. In Women of the Grassfield, 1952 is a significant study on women's work and economic life in the British Camerons. ബ്രിട്ടീഷ് കാമറോൺസിലെ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്, അവരുടെ സ്ത്രീകളുടെ എക്കണോമിക് ലൈഫിനെ കുറിച്ചുള്ള ഒരു important വർക്കാണ് വുമൺ ഓഫ് ദ ഗ്രാസ് ഫീൽഡ് എന്നുള്ളത്. ദിസ് വർക്ക് ഈസ് precursors to the vast body of interdisciplinary literature on women and development that followed from the 1970s onwards, which examined the nature of women's work across culture and the impact of male-centric developmental plans and policies on their lives. Where another leading figure in British social anthropology was Andrew റിച്ചാർഡ്സ്. വേറെ ഒരു പ്രശസ്തിയായ വുമൺ ഫെമിനിസ്റ്റ് ആണ് ആൻഡ്രി റിച്ചാർഡ്. ഹെർ വർക്ക് സ്പാനിങ് ഓവർ 50 years കവേർഡ് ഏരിയാസ് ലൈക്ക് കിൻഷിപ്പ്, ന്യൂട്രീഷൻ, ഫെർട്ടിലിറ്റി, ലേബർ ആൻഡ് മൈഗ്രേഷൻ. ഈ പ്രധാനപ്പെട്ട ഫീൽഡുകളെ കുറിച്ച് കിൻഷിപ്പ്, ന്യൂട്രീഷൻ, ഫെർട്ടിലിറ്റി, ലേബർ ആൻഡ് മൈഗ്രേഷൻ, ഈ ടോപ്പിക്കുകളെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും നന്നായിട്ടും എഴുതിയിട്ടുള്ള ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ് ആൻഡ്രി റിച്ചാർഡ്സ്. ഏതാണ്ട് അവരുടെ 50 വർഷത്തോളം അവർ ഈ കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു. ആൻഡ് ആഫ്രിക്കനിസ്റ്റ്, ഷീ കണ്ടക്ടഡ് ഫീൽഡ് വർക്ക് ഇൻ ദ 1930s and 1950s in Uganda and Zambia. Her well-known study, Land, Labor and Diet, examines the manner in which the Bemba community manages scarce resources and the acute problems faced by Bemba women in doing contingency planning during period of food shortage. ഫുഡ് ഷോർട്ടേജ് ഉള്ള കാലത്ത് അതിനെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോയെന്ന ബെമ്പ കമ്മ്യൂണിറ്റി, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരുടെ ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹെയർ മോസ്റ്റ് ഫേമസ് വർക്ക് ചിസുങ്കു examines female initiation rites among the Bemba of Zambia and the various secret rituals and practices that signal their passage into adulthood and റെസ്പോൺസിബിലിറ്റി. അവിടുത്തെ ആ ഒരു പ്രത്യേക രീതിയെക്കുറിച്ച് ചിസുങ്ക, അതിൽ അവർ വളരെ ഇനീഷ്യൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഫീമെയിൽ ഇനീഷ്യൻ റൈറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോളത്തിൽ തന്നിരിക്കുന്നത് പല ആന്ത്രോപോളജിസ്റ്റുകൾ, പുരുഷന്മാരും അവരുടെ ഒപ്പം പോയിരുന്ന സ്ത്രീകൾ, അവരുടെ ഫീൽഡ് വർക്കിൽ അവരെ അനുഗമിച്ചിരുന്ന അവരുടെ ഭാര്യമാര്, പലവരും പല രീതിയിലുള്ള നല്ല നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വേണ്ട പ്രചാരണം കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്നാണ് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന് വായിച്ചു നോക്കിക്കുക. The section has highlighted the significant contribution of women ethnographers in bringing women's issues to scrutiny. However, barring some notable exceptions, the disciplines of sociology and anthropology were dominated by men. അപ്പൊ എങ്ങനെയായാലും
സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നുള്ള ഡിസിപ്ഷനൊക്കെ അതിന്റെ മേധാവിത്വം എപ്പോഴും പുരുഷവർഗത്തിന് തന്നെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. റൂത്ത് ബെനഡിക്റ്റ് ആൻഡ് മാർഗരറ്റ് മീഡ് വേർ ടു സച്ച് ഫിഗേഴ്സ് ഹു അട്രാക്റ്റഡ് വൈഡ് സ്പ്രെഡ് ഇൻട്രസ്റ്റ് ഫ്രം അക്കാഡമിക് ആൻഡ് ലേ റീഡേഴ്സ് അലൈക്ക്. അവരെ പോലെ തന്നെ റൂത്ത് ബെനഡിക്റ്റ്, മാർഗരറ്റ് മീഡ്, ഇവര് രണ്ടുപേരും ആ രണ്ട് മഹതികളുടെ പേര് നമ്മൾ ഈ രംഗത്ത് വളരെയധികം ഉജ്ജ്വലമായിട്ട് നിൽക്കുന്നതാണ്. അവര് സ്ത്രീകളുടെ മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ വർക്കുകൾക്കും വേണ്ടതായ വില സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സം ഓഫ് ദെയർ വർക്ക്സ് വെർ ഇൻഡീഡ് ബെസ്റ്റ് സെല്ലേഴ്സ്. അവരുടെ ചില വർക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളതായിരുന്നു. ദെയർ വർക്ക് ഡ്രൂ അപ്പോൺ കമ്പാരിസൺസ് ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ നോൺ വെസ്റ്റേൺ വേൾഡ്. ദേ മെയ്ഡ് ദെയർ അമേരിക്കൻ റീഡേഴ്സ് അവെയർ ഓഫ് ദ വാസ്റ്റ് ഡിഫറൻസസ് ദാറ്റ് എക്സിസ്റ്റ് അക്രോസ് കൾച്ചേഴ്സ് ഇൻ അപ്രോപ്രിയേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയർ. മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയറിലുള്ള വ്യത്യാസങ്ങൾ കൾച്ചറിൽ കാണിക്കുന്നത്. ചൈൽഡ് റെയറിംഗ് പ്രാക്ടീസസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടവേഴ്സ് സെക്ഷുവാലിറ്റി. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അവരുടെ ബുക്കുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ബെനഡിക്ട്സ് ഫീൽഡ് വർക്ക് വിത്ത് നേറ്റീവ് അമേരിക്കൻസ് ആൻഡ് അതർ ഗ്രൂപ്പ്സ് ലീഡ് ഹെർ ടു ഡെവലപ്പ് ദ കോൺഫിഗറേഷണൽ അപ്രോച്ച് ടു കൾച്ചർ വെയറിൻ കൾച്ചർ ഈസ് വ്യൂഡ് ആസ് പേഴ്സണാലിറ്റി റിറ്റ് ലാർജ്, ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് കൺസ്ട്രെയിനിങ് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ് ഇൻ ഡിഫറെന്റ് സൊസൈറ്റീസ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇത് മുഴുവനും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്ത്രീകളുടെ ഇടയിലും വളരെയധികം റിസർച്ച് മെന്റാലിറ്റിയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. എത്തനോഗ്രഫി നന്നായിട്ട് ചെയ്യാൻ ഏബിളായിട്ടുള്ളവരും സമൂഹത്തിൽ അവരുടെ സ്ത്രീയെ ശരിക്ക് സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തത നൽകാനും അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നും അവരുടെ പോരായ്മകൾ, അവർക്ക് ലഭിക്കാത്ത റൈറ്റ്സ് എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി പോരാടാൻ തയ്യാറായിട്ടുള്ള വളരെയധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ദ എമർജൻസി ഓഫ് ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജി. Feminist anthropology emerged in the Western University in the 1970s, and Sally Saloon's paper, Woman the Gatherer, the Male Bias in Anthropology, presented at the annual meet of the American Anthropological Association, critiqued the popular conception of man the hunter and posed a challenge to the male-dominated academic thinking regarding the roles of men and women and the evolutionary history of the species. അപ്പൊ അതിന്റെ ആ ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജിയുടെ എമർജൻസ് ആണ് പറയുന്നത്. 1970 also saw the publication of Peggy Gould's edited volume, Woman in the Field. This path-breaking collection of essays by women's field workers opened up the question of how being a woman affected the experience of anthropologists conducting their research in diverse settings and periods. Two of the most significant volumes published during 1970s, which virtually defined the field of feminist anthropology were. അപ്പോൾ 1970s പ്രസിദ്ധീകരിച്ച രണ്ട് പ്രധാനപ്പെട്ട വോളിയംസ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വുമൺ കൾച്ചർ ആൻഡ് സൊസൈറ്റി, എഡിറ്റഡ് ബൈ മെക്കലി സിംബാലിസ്റ്റ് റൊസാൾഡോ ആൻഡ് ലൂയിസ് ലാംബർ, ആൻഡ് ടവേർഡ് ആൻഡ് ആന്ത്രപ്പോളജി ഓഫ് വുമൺ 1975, എഡിറ്റഡ് ബൈ റേന റെയ്റ്റർ. അപ്പൊ ഇത് രണ്ടും ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജിയുടെ എമർജൻസിന് ഏറ്റവും സഹായപ്രദമായിട്ടുള്ള വർക്കുകളായിരുന്നു. റൊസാൾഡോ ആൻഡ് ലാംബോസ് വോളിയം വാസ് ബേസ്ഡ് അപ്പോൺ ദ പ്രിമൈസ് ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ വെർ എസമെട്രിക്കൽ അക്രോസ് കൾച്ചർ ആൻഡ് സൊസൈറ്റീസ്. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ അത് എസിമെട്രിക്കൽ ആണെന്ന്, ഒരേപോലെ ഉള്ളതല്ല, അത് വിഭിന്നത ഉള്ളതാണ് അക്രോസ് കൾച്ചർ ആൻഡ് സൊസൈറ്റീസ്. അപ്പൊ ദേ റൈറ്റ് എവരിവെയർ വി ഫൈൻഡ് ദാറ്റ് വുമൺ ആൻഡ് excluded from certain economic or political activities. അവരിതും കൂടി എഴുതി ചേർത്ത്, എവരിവെയർ എവിടെ നോക്കിയാലും we find that women are excluded from certain economic or political activities. ചില എക്കണോമിക്കും പൊളിറ്റിക്കലും ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന്. ദാറ്റ് their roles, wives and mothers, are associated with fewer powers. അപ്പൊ വൈഫ്സ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയിൽ അവരെ മാറ്റി നിർത്തിയിട്ട് അവരുടെ പവർ അതിൽ മാത്രം ഒതുക്കി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എവരിവെയർ വി ഫൈൻഡ് ദാറ്റ് വുമൺ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം സർട്ടൻ എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, ദാറ്റ് ദെയർ റോൾസ്
wives and mothers are associated with fewer powers and prerogative than are the roles of men. എപ്പോഴും പുരുഷന് പുറകിലായിട്ടാണ് അവർക്ക് സ്ഥാനം കൊടുത്തിരുന്നത്. കൂടുതൽ അധികാരങ്ങൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും പുരുഷന്മാരാണ് അനുഭവിച്ചിരുന്നത്. സ്ത്രീകൾക്ക് വളരെ കുറച്ച് അധികാരങ്ങൾ മാത്രം കൊടുത്തിരുന്നുള്ളൂ. ഇറ്റ് സീംസ് ഫെയർ ടു സേ ദെൻ ദാറ്റ് ഓൾ കണ്ടംപററി സൊസൈറ്റീസ് ആർ ടു സം എക്സ്റ്റെൻഡ് മെയിൽ ഡോമിനേറ്റഡ്. ഏതാണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറയാൻ പറ്റും, മിക്കവാറും ആനുകാലിക സൊസൈറ്റിയിലെ മിക്ക കാര്യങ്ങളും മെയിൽ ഡോമിനേറ്റഡ് ആണ്. അവിടെ പുരുഷ മേധാവിത്വമാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഓൾദോ ദ ഡിഗ്രി ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഫീമെയിൽ സബോർഡിനേഷൻ വെരി ഗ്രേറ്റ്ലി, അവിടെ നമുക്ക് കാണാൻ പറ്റും സ്ത്രീകളോടുള്ള ഒരു അവഗണന, അവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു മനോഭാഗം മിക്കവാറും എല്ലാ ഫീൽഡിലും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സെക്ഷൽ എസെമിട്രി ഈസ് എ യൂണിവേഴ്സൽ ഫാക്ട് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ലൈഫ്. അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വം അതും ഈ ഹ്യൂമൻ സോഷ്യൽ ലൈഫിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വുമൺ ടെൻഡ് ടു ബി സബോർഡിനേറ്റഡ് ബിക്കോസ് ഓഫ് ദെയർ കൺഫൈൻമെന്റ് ടു ദ ഡൊമസ്റ്റിക് ഓർ പ്രൈവറ്റ് ഡൊമൈൻ. Men on the other hand dominate in the public domain and thus give greater access and control over economic, political and social resources. അപ്പം സ്ത്രീകളെ താഴ്ത്തിക്കെട്ടിയോണ്ട് അവരെ വീട്ടിലെയും അതുപോലെ പ്രൈവറ്റ് മണ്ഡലങ്ങളിലെ മാത്രം പ്രൈവറ്റ് മണ്ഡലങ്ങളിലേക്ക് മാത്രം മാറ്റി നിർത്തുന്നത് കൊണ്ട് മെൻ ഓൺ ദ അതർ ഹാൻഡ്, അപ്പൊ അവിടെ പുരുഷന്മാർക്ക് കൂടുതൽ മേധാവിത്വം കൊടുക്കുകയാണ്. ഏതൊക്കെ ഫീൽഡിലാണ്? ഇൻ ദ പബ്ലിക് ഡൊമൈൻ ആൻഡ് ദസ് ഹാവ് ഗ്രേറ്റർ ആക്സസ് ആൻഡ് കൺട്രോൾ ഓവർ. അപ്പൊ പബ്ലിക് ഡൊമൈൻ പൊതുമേഖല പരിസരങ്ങളിലൊക്കെ പുരുഷ മേധാവിത്വം, അതോടുകൂടി അവർക്ക് എക്കണോമിക്, പൊളിറ്റിക്കൽ അതുപോലെ സോഷ്യൽ റിസോഴ്സിലൊക്കെ കൂടുതൽ കൺട്രോളും അധികാരവും ഒക്കെ അവർക്ക് ലഭിക്കുകയാണ്. സ്ത്രീകൾക്ക് വളരെ താഴ്ന്ന രീതിയിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെയാണ് ലഭിച്ചിരുന്നത്. ഷെറി ഓർണേഴ്സ് highly influenced piece is female to male as nature is to culture. അപ്പൊ ഷെറി ഓർഡേഴ്സ് പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈസ് ഫീമെയിൽ ടു മെയിൽ. ഫീമെയിൽ മെയിലിന് എങ്ങനെയാണെന്നുള്ളത്, ഫീമെയിൽ ടു മെയിൽ ആസ് നേച്ചർ ഈസ് കൾച്ചർ. നേച്ചർ ഈസ് കൾച്ചർ, കൾച്ചറിന് നേച്ചർ എങ്ങനെയാണ് അതുപോലെയാണ് ഫീമെയിൽ ടു മെയിൽ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ലുക്ക് അറ്റ് സിംബോളിക് കൺസ്ട്രക്ഷൻ ഓഫ് വുമൺ ആസ് ദ കീ ടു അണ്ടർസ്റ്റാൻഡിങ് ദെയർ സെക്കൻഡറി സ്റ്റാറ്റസ്. അപ്പൊ പുരുഷന് ഒരു പ്രൈമറി സ്റ്റാറ്റസും സ്ത്രീകൾക്ക് ഒരു സെക്കൻഡറി സ്റ്റാറ്റസുമാണ് അവിടെ നൽകപ്പെടുന്നത്. ബിക്കോസ് വുമൺ ആർ കണക്റ്റഡ് വിത്ത് നാച്ചുറൽ ഫങ്ഷൻസ്. വുമണിനെ കണക്ട് ചെയ്തേക്കുന്നത് അത് അവർ നാച്ചുറൽ ഫങ്ഷൻസ് ചെയ്യേണ്ടവരാണ്. അതായത് പ്രഗ്നൻസി, ലാക്ടേഷൻ ആൻഡ് ചൈൽഡ് റെയറിങ്, കുട്ടികളെ വളർത്തുക, മുലയൂട്ടുക, പ്രസവിക്കുക, ഈ കാര്യങ്ങളൊക്കെ സ്ത്രീകളുടേത് മാത്രം. ദേ ആർ സീൻ ഓൺ എ ലോവർ പ്ലെയിൻ ദാൻ മെൻ ഹു കൺട്രോൾ ദ കൾച്ചറൽ റില. അപ്പൊ കൾച്ചറൽ റില മുഴുവനും കൺട്രോൾ ചെയ്യണത് മെന്നും മറ്റു കാര്യങ്ങൾ സ്ത്രീകൾക്കും. കൾച്ചർ ഈസ് ഓൾവേസ് വ്യൂഡ് ആസ് സുപ്പീരിയർ ടു നേച്ചർ. നേച്ചറിനേക്കാളും സുപ്പീരിയർ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനെ സ്ത്രീയേക്കാൾ അധികാരമുള്ളതും മേധാവിയായിട്ടും ആണ് പരിഗണിക്കപ്പെടുന്നത്. ഇനി ബാക്കി ഭാഗങ്ങളും കൂടി വായിച്ചു നോക്കുക. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഫെമിനിസ്റ്റ് മെത്തഡോളജി 14.3-ഉം 14.4-ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഫെമിനിസ്റ്റ് മെത്തഡോളജി, ഇവിടെ ഫെമിനിസം ആൻഡ് പോസിറ്റിവിസം. വൺ ഓഫ് ദ മേജർ ചലഞ്ചസ് പോസ്ഡ് ബൈ ഫെമിനിസ്റ്റ് ടു മെയിൻ സ്ട്രീം സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ഹാസ് ബീൻ ഇറ്റ്സ് ക്രിട്ടിക് ഓഫ് പോസിറ്റിവിസം. Early social sciences were modeled on the positive tendency on principles of value-free objectivity. Appa early social science were modeled on the positivist tenets. Positivist tenets ആണ് കാണിച്ചിരുന്ന or principles of value-free objectivity. അതായിരുന്നു അതിന്റെ അടിസ്ഥാനം. പോസിറ്റിവിറ്റി സയൻസ് എയിംസ് അറ്റ് ദ കളക്ഷൻ ഓഫ് പാസ്റ്റ്. അപ്പൊ പോസിറ്റിവിസം അല്ലെങ്കിൽ പോസിറ്റിവിസ്റ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ അത് ഫാക്ട്സ്, യാഥാർത്ഥ്യങ്ങളെയാണ് കളക്ട് ചെയ്യുന്നത്. അറ്റ് ദ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്. സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളെ മാത്രം പരിഗണിക്കുക. അതായത് നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതും അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ കൂടെ നിരീക്ഷിച്ചിട്ട് കണ്ടെത്തുന്ന
യാഥാർത്ഥ്യങ്ങളെ മാത്രം സ്വീകരിക്കുക എന്നുള്ള ഒരു ചിന്താഗതി. അതാണ് പോസിറ്റിവിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ. പോസിറ്റിവിറ്റി സയൻസ് എയിംസ് അറ്റ് ദ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്. റിസർച്ച് മസ്റ്റ് ബി റിപ്ലിക്കബിൾ ആൻഡ് ഹാവ് വെലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. റിസർച്ച് എന്ന് പറഞ്ഞാൽ അത് റെപ്ലിക്കബിൾ ആണ് ആൻഡ് ഹാവ് വെലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. അത് എപ്പോൾ ചെയ്തു നോക്കിയാലും അതിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഏത് സമയത്ത് നോക്കിയാലും അതിന് വെലിഡിറ്റിയും റിലയബിലിറ്റിയും ഉണ്ടായിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിനെയാണ് ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. അതിനെ മാത്രമാണ് സയൻസ് സ്വീകരിക്കുക. അതിനെയാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. ദിസ് വ്യൂ ഓഫ് സയൻസ് ഇംപ്ലൈസ് എ സർട്ടൻ ഹൈറാർക്കിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദ സബ്ജക്ട് ഓഫ് റിസർച്ച്. അപ്പൊ ഇതിലെ വ്യൂ of science implies analytical distance from the subjects so that she or he can objectively see, judge and interpret the life and meaning of the subjects. അപ്പോൾ സബ്ജക്റ്റിനെ ശരിക്കും മനസ്സിലാക്കുക, ജഡ്ജ് ആൻഡ് ഇന്റർപ്രിറ്റ്, അത് ആ റിസർച്ചറിന്റെ ഒരു ഡ്യൂട്ടിയാണത്. ഇൻ ദ കേസ് ഓഫ് എത്തനോഗ്രാഫിക് റിസർച്ച്, ഇനി എത്തനോഗ്രാഫിക് റിസർച്ചിലാവുമ്പോൾ ഇൻ വിച്ച് റിസർച്ചേഴ്സ് ഗോ ഔട്ട് ഇൻ ദ ഫീൽഡ്, അവര് ഫീൽഡിലേക്ക് ചെല്ലുകയാണ്. ലേൺ ദ ലോക്കൽ ലാംഗ്വേജ് ആൻഡ് ലീവ് ഇൻ ദ കമ്മ്യൂണിറ്റി ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. അപ്പോൾ അവിടെ പോയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഒരു പീരീഡ് താമസിച്ചിട്ട്, ഒരു കാലഘട്ടം വരെ അവിടെ താമസിച്ചിട്ട് അവരുടെ ഭാഷ പഠിച്ച് അങ്ങനെയാണ് അവരുമായിട്ട് സമ്പർക്കം പുലർത്തി കാര്യങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ എത്തനോഗ്രഫി അവർ തയ്യാറാക്കുന്നത്. ദേ ആർ കോഷ്യൻഡ് നോട്ട് ടു go native or identify themselves so completely with their subjects that they forget the aims and objectives of their research. അപ്പൊ ഇങ്ങനെ പോയി താമസിക്കുമ്പോൾ അവരുടെ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ഒരു സംശയം പറയുന്നുണ്ട്. ദിസ് പോസിറ്റിവിസ്റ്റ് പാരഡിം ഈസ് ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു ദ വേ ഇൻ വിച്ച് ഫെമിനിസ്റ്റ് റിസർച്ച് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ്. അപ്പൊ ദിസ് പോസിറ്റിവിസ്റ്റ് പാരഡൈം, ഈ പോസിറ്റിവിസ്റ്റ് പാരഗ്രാം ഫെമിനിസ്റ്റ് റിസർച്ച് മെത്തഡോളജിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അവർ അതിനെ അനുകൂലിക്കുന്നില്ല. കോണ്ടക്ച്വൽ, ഇൻക്ലൂസീവ്, എക്സ്പെരിമെന്റൽ, ഇൻവോൾവ്, സോഷ്യലി റെലവെന്റ്, കംപ്ലീറ്റ് ബട്ട് നോട്ട് നെസസറിലി റിപ്ലിക്കബിൾ, ഇൻക്ലൂസീവ് ഓഫ് എമോഷൻസ് ആൻഡ് ഇവന്റ്സ് ആസ് എക്സ്പീരിയൻസ്. അക്കോർഡിംഗ് ടു ഡൈൻ വുൾഫ്, ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഓഫ് പോസിറ്റിവിസം ഹാവ് ബീൻ ലൊക്കേറ്റഡ് ഇൻ 3 മേജർ ഏരിയാസ്. അപ്പൊ ഡൈൻ വോൾഫിന്റെ അഭിപ്രായത്തിൽ ഫെമിനിസ്റ്റ് വിമർശനം എന്ന് പറയുന്നത്, ഫെമിനിസ്റ്റ് ക്രിട്ടിക്സ് ഓഫ് പോസിറ്റിവിസം, ഫെമിനിസ്റ്റ് ക്രിട്ടിക്സ് ഓഫ് പോസിറ്റിവിസം ഹാവ് ബീൻ ലൊക്കേറ്റഡ് ഇൻ 3 മേജർ ഏരിയാസ്. 3 മേജർ ഏരിയസിലാണ് ഇവിടെ ഫെമിനിസ്റ്റും പോസിറ്റിവിസവും തമ്മിലുള്ള ആ വിമർശനം നിലനിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഫിലോസഫിക്കൽ ക്രിട്ടിക് ഓഫ് പോസിറ്റിവിസം ആൻഡ് ഇറ്റ്സ് പ്രിറ്റൻസ് ഓഫ് വാല്യൂ ഫ്രീ സയൻസ്. സെക്കൻഡ്, മോറൽ critics of objectification and exploitation of subjects. Third one, practical critics of the way positivism opposes the interest of the researcher and the researched. Feminists argue that the requirement of objectivity and value neutrality is not only impossible. അപ്പോൾ ഫെമിനിസ്റ്റ് വാദിക്കുന്നത് that the requirement of objectivity, ഒബ്ജക്റ്റിവിറ്റി, അതുപോലെ വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ള ആ മുഖ്യ 2 കാര്യങ്ങൾ പോസിറ്റിവിസത്തിൽ പറയുന്നത് ഈസ് നോട്ട് ഓൺലി ഇമ്പോസിബിൾ, അത് ഇമ്പോസിബിൾ ആണ്, ഇമ്പോസിബിൾ മാത്രമല്ല ബട്ട് ഓൾസോ അൺഡിസൈറബിൾ, ആവശ്യമില്ലാത്തതുമാണെന്നാണ് ഫെമിനിസ്റ്റുകൾ പറയണത്. ദ ഹൈറാർക്കിക്കൽ റിലേഷൻസ് ബിറ്റ്വീൻ റിസർച്ചർ ആൻഡ് സബ്ജക്ട് റിഫ്ലക്ട് മെയിൽ ഫോംസ് ഓഫ് ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ്. അപ്പോൾ ദ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ്, ഇവർ തമ്മിലുള്ള ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസർച്ചർ ആൻഡ് ദ സബ്ജക്ട് reflect male forms of interpersonal dynamics. അപ്പോൾ the hierarchical relationship between researcher and subject, റിസർച്ചറും സബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു hierarchical relationship എന്ന് പറയുന്നത് reflect male forms of interpersonal dynamics. Men are expected to rational, unemotional and business like in the work indeed.
സജസ്റ്റ് ദാറ്റ് ഒബ്ജക്ടിവിറ്റി ഈസ് സിംപ്ലി എ ഫോം ഓഫ് മെയിൽ സബ്ജക്ടിവിറ്റി. അപ്പൊ പുരുഷന്മാർക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന ചില ക്വാളിറ്റികൾ, അതായത് എന്തൊക്കെയാണ്? റാഷണൽ, അൺഎമോഷണൽ ആൻഡ് ബിസിനസ് ലൈക്ക് ഇൻ ദെയർ വർക്ക്. അപ്പൊ ഈ ഗുണഗണങ്ങളെല്ലാം പറയുന്നത് സജസ്റ്റഡ് ദാറ്റ് ഒബ്ജക്ടിവിറ്റി എന്ന് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത് ഈ സിംപിളി എ ഫോം ഓഫ് മെയിൽ സബ്ജക്ടിവിറ്റി. അപ്പൊ ഒബ്ജക്ടിവിറ്റിന്ന് ഈ പോസിറ്റിവിസ്റ്റുകളോട് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ മെയിൽ ചിന്താഗതിക്കാര് ഒബ്ജക്ടിവിറ്റിന്ന് ഉള്ള ധാരണയിൽ അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ അതൊരു മെയിൽ സബ്ജക്ടിവിറ്റി, പുരുഷന്മാരുടെ ഒരു സബ്ജക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റും. അതിൽ ഒബ്ജക്ടിവിറ്റി അത്ര ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് മെയിൽ ഒബ്ജക്ടിവിറ്റി ആണ്. അവരുടെ ഈ ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ്, മെൻ ആർ എക്സ്പെക്റ്റഡ് ടു ബി റാഷണൽ, അൺഎമോഷണൽ ആൻഡ് ബിസിനസ് ലൈക്ക് ഇൻ ദെയർ വർക്ക് എന്നൊക്കെയുള്ള ധാരണ അത് വെറും മെയിൽ സബ്ജക്ടിവിറ്റി മാത്രമാണ്, അത് ഒബ്ജക്ടിവിറ്റി അല്ല എന്നാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് എൻഗേജ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് ഫീൽഡ് വർക്ക് ട്രഡീഷൻസ് ലൈക്ക് എത്തനോഗ്രഫി ഹാവ് എൻകറേജ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് researched that are based on friendship, trust, intimacy and closeness rather than cultivated distance. അപ്പൊ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് എൻഗേജ് ചെയ്തിരിക്കുന്നത്, അവര് ഇടപെടുന്നത് ക്വാളിറ്റേറ്റീവ് ഫീൽഡ് വർക്ക് ട്രഡീഷൻസിലാണ്. ലൈക്ക് എത്തനോഗ്രഫി പോലെയുള്ള ക്വാളിറ്റേറ്റീവ് ഫീൽഡ് ട്രഡീഷൻസ് ആണ് അവര് തിരഞ്ഞെടുക്കുന്നത്. ഹാവ് എൻകറേജ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് റിസർച്ചറും റിസർച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബേസ് ചെയ്യണത് ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ്, ഇൻറ്റിമസി ആൻഡ് ക്ലോസ്നെസ് റാദർ ദാൻ കൾട്ടിവേറ്റഡ് ഡിസ്റ്റൻസസ്. കൾട്ടിവേറ്റഡ് ഡിസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് ഇവരുടെ ബന്ധത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ്, ഇൻറ്റിമസി ആൻഡ് ക്ലോസ്നെസ് ആണെന്ന്. ദിസ് ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ എ ഡീപ്പർ, റിച്ചർ, മോർ നോയിൻസ്ഡ് പിക്ചർ ഓഫ് റെസ്പോണ്ടൻസ്. അപ്പൊ അവരുടെ ഈ റിസർച്ച് ക്വാളിറ്റി, ഈ അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന ഇവരിലുള്ള ഈ ഫെമിനിസ്റ്റുകളിലുള്ള ആ നല്ല ക്വാളിറ്റികൾ, അത് ദിസ് ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് ഇറ്റ് പോസിബിൾ. അത് അങ്ങനെയുള്ള ഈ ഗവേഷകരെ, സ്ത്രീ ഗവേഷകരെ, അവരാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനും കൂടുതൽ അവരെ അറിയുന്നതിനും അവരുടെ കാര്യങ്ങൾ, അവരിൽ നിന്ന് ശരിയായിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നതിനും സഹായപ്രദമാകുമെന്നാണ് പറയുന്നത്. This is expected to make it possible for a deeper, richer, more nuanced picture of respondents' lives to emerge. Some feminist researchers have experimented with different forms of writing in order to depict women's experience in a richer, more meaningful way. Some use the device of autoethnography. ചിലവർ കുറേ കൂടി നല്ല രീതിയിൽ എഴുതുന്നുണ്ട്, ചിലവർ ഓട്ടോ എത്തനോഗ്രഫി എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ആൻഡ് പ്ലേസ് ദംസെൽഫ് വിത്തിൻ ദ നരേറ്റീവ് detailing their own experience and emotions rather than writing ഔട്ട്സൈഡ് ദ അക്കൗണ്ട്. അപ്പൊ അവരെ തന്നെ അതിലൊരു പ്രതിയായിട്ട് കണ്ടിട്ട് അവരിൽ വരുന്ന അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് എഴുതുക. അങ്ങനെയാണ് ഓട്ടോ എത്തനോഗ്രഫി പോലെയാണ് ചില ആളുകൾ എഴുതുന്നത്. ദ ടേം ഇന്റർ സബ്ജക്ടിവിറ്റി ഹാസ് ബീൻ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ two-way relationship between researcher and subjects wherein the researcher compares her work with her own experience as a woman and scientist and shares it with her subject who then added their opinion. അവരിൽ ഒരാളെ പോലെ തന്നെയാണ് ഈ ഫെമിനിസ്റ്റുകൾ, ഗവേഷകർ ഫീൽഡിൽ അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ശരിയായിട്ടുള്ള മറുപടികളും ശരിയായിട്ടുള്ള ഉത്തരങ്ങളുമാണ് ഇവർക്ക് ലഭിക്കുക. അപ്പൊ ഈ ഗവേഷകർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ദിസ് നോട്ട് ഓൺലി ചലഞ്ചസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് റിസർച്ചർ ആൻഡ് റിസർച്ച്ഡ് ആൻഡ് ഓഫ് സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട് ബട്ട് ഓൾസോ എൻകറേജ് ദ റിസർച്ചേഴ്സ് ടു പുട്ട് ഹെർസെൽഫ് ഇൻ ടു ദ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ആസ് പാർട്ട് ഓഫ് ദ എക്സ്പീരിയൻസ്. Feminist and field work. Feminists have reflected extensively upon the dynamics of field work. We have earlier made a reference to Peggy Golden's anthology of fieldwork experience of women scholars.
Other important and frequently cited collections dealing with fieldwork experience and dilemmas include Sherna Gluck and Delphine Patter's edited volume Women's Words, The Feminist Practice of Oral History, Joyce Nelson's edited volume Feminist Research Method, exemplary reading in social sciences, etc. etc. അപ്പൊ ഇതെല്ലാം ഫെമിനിസ്റ്റ് ആൻഡ് ഫീൽഡ് വർക്കിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് contemporary issues and concerns. Gender is considered an important, significant area of research and specialization, and all important academic journals and publications, both national and international, publish papers and articles with gender as their major analytic focus. അപ്പോൾ ഇപ്പോൾ ജെൻഡർ അതിനൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എടുത്തിരിക്കുന്നത് റിസർച്ചിൽ. ജെൻഡർ ഈസ് കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ഏരിയ ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ടതും മുഖ്യമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ജെൻഡർ സ്റ്റഡീസ് ജെൻഡറിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഓൾ ഇമ്പോർട്ടൻ്റ് അക്കാഡമിക് ജേർണൽസ് ആൻഡ് പബ്ലിക്കേഷൻസ്, എല്ലാ പ്രധാനപ്പെട്ട അക്കാഡമിക് ജേർണൽസിലും പബ്ലിക്കേഷൻസിലും ഒക്കെ ജെൻഡറിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബോത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ publishes paper and articles with gender as their major analytical focus. ഇപ്പൊ ഈ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസിലും ആർട്ടിക്കിൾസിലും ഒക്കെ ജെൻഡർ ഒരു മേജർ ടോപ്പിക്കായിട്ട് വന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന പല രീതികളും നമുക്ക് കാണാൻ പറ്റും. ലാർജ് നമ്പർ ഓഫ് ബുക്സ് ആർ പബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ടു കീപ് അപ്ഡേറ്റഡ് വിത്ത് ഓൾ ദ ലേറ്റസ്റ്റ് പബ്ലിക്കേഷൻ ആൻഡ് റിസർച്ചസ് ഇൻ ദ ഏരിയ. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് റിസർച്ച് ആൻഡ് എൻഗേജ്മെന്റ് ഹാവ് ബീൻ ബ്രീഫ്ലി സമറൈസ്ഡ് ബിലോ. അപ്പോൾ ഇതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് താഴെ സമറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. Feminist sociologists and anthropologists are studying the ways in which gender influence economic development. Gender എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതുപോലെ മൈഗ്രേഷൻ, നാഷണലിസം ആൻഡ് ദ റോൾസ് ആൻഡ് പ്രയോറിറ്റീസ് ഓഫ് കണ്ടംപററി നേഷൻ സ്റ്റേറ്റ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ദ ലൈഫ്സ് ഓഫ് വുമൺ ആൻഡ് മെൻ. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് ജെൻഡർ ഇൻഫ്ലുവൻസ് ചെയ്യണേന്ന് ഫെമിനിസ്റ്റ് സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റിന്റെ സ്റ്റഡീസിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. സം ഓഫ് ദ തീംസ് ആർ, അപ്പൊ ഈ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ള ആ ഭാഗത്തെ ചില തീംസ് എന്ന് പറയുന്നത് ദ ട്രാൻസ്നാഷണൽ സർക്കുലേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ഇൻഫോർമേഷൻ ആൻഡ് ദ റിസൾട്ടന്റ് ഇമ്പാക്ട് ഓൺ ജെൻഡർ പാറ്റേൺസ്, മൾട്ടിനാഷണൽ കോമേഴ്സ് ആൻഡ് ദ gendered movement of workers into global marketplace, changing political and economic realities and their impact upon social and cultural institutions, etc. etc. ഇനി അടുത്തത് മദർഹുഡ് ആൻഡ് ദ ബോഡി. ഹൗ ദ ബോഡി, particularly the female body, is acted upon the culture. കൾച്ചറിൽ ബോഡി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബോഡി, അതിനെ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. മെഡിക്കൽ, എക്കണോമിക് ആൻഡ് അതർ ഫോഴ്സസ്. അപ്പൊ മെഡിക്കൽ, എക്കണോമിക്, അതർ ഫോഴ്സസിലൊക്കെ സ്ത്രീകളുടെ ബോഡി എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നതെന്ന് ഹാസ് ബിക്കം എ സെൻട്രൽ തീം. ഈ ഏരിയാസിലൊക്കെ ഒരു സെൻട്രൽ തീമായിട്ടാണ് ബോഡി, particularly the female body is acted. Health and illness, pain, spirit, possession, sexually transmitted diseases, particularly AIDS and violence against the female body have been studied. ഇനി അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ലൈക്ക് അമിനോസിന്തസിസ് ആൻഡ് അൾട്രാസൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് സെക്സ് സെലക്ഷൻ. അപ്പൊ സ്ത്രീ പുരുഷനോ എന്ന് നിശ്ചയിക്കണം അമിനോ ലിംഗ നിർണയ ടെസ്റ്റുകൾ, അതുപോലെ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, പിന്നെ അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഇൻക്ലൂഡിങ് സറോഗസി, അതായത് റെന്റിങ് എ വൂംബ്, ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നത്, അഡോപ്ഷൻ, ബോത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ ഹാവ് വൈഡ് ഇംപ്ലിക്കേഷൻസ് ഫോർ ജെൻഡർ റിലേഷൻസ്. ഇതിനൊക്കെ ജെൻഡർ റിലേഷനുമായിട്ട് വളരെ വലിയ ഇംപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, വെയർ ടെക്നോളജീസ് ആർ റെഡിലി അവൈലബിൾ ബട്ട് കൾച്ചറൽ വാല്യൂസ് ആർ സ്റ്റിൽ ഡീപ്ലി patriarchal, such ethnographies can contribute greatly to our understanding of these complex cultural processes. ഇനി ലീല ദുബെയെ കുറിച്ചുള്ളത്, അവരൊരു ഇന്ത്യൻ പൈനിയർ ആണ്, ഈ ഫെമിനിസ്റ്റ്
ആ ഫീൽഡിൽ ലീല ദുബെ is one of the pioneering women anthropologists in India who has produced extremely detailed and insightful work on gender, family and kinship in India. ജെൻഡർ, ഫാമിലി അതുപോലെ കിൻഷിപ്പ് ഇൻ ഇന്ത്യനെ കുറിച്ചൊക്കെ വളരെയധികം വിശദമായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഒരു വനിതയാണ് ലീല ദുബെ. She was also one of the core members of the Committee of the Status of Women that produced the landmark report Towers Equality. Towers Equality എന്നുള്ള ആ ലാൻഡ്മാർക്ക് റിപ്പോർട്ട് തയ്യാറാക്കിയതിലുള്ള മെയിൻ നേതൃത്വം ഇവരുടേതായിരുന്നു. In 1974, that squarely brought out the glaring discrimination and inequalities faced by Indian women quarter of a century after the country's independence. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വീണ്ടും കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷവും ഈ ഇൻഇക്വാളിറ്റി ഇവിടെ നിലനിൽക്കുന്ന, അപ്പൊ അതിനെ വിശദീകരിക്കാനായിട്ട് അവര് നടത്തിയ ആ റിപ്പോർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. സ്ത്രീമോചനത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടും കൂടിയാണ്. ഷി വാസ് ബോൺ ഇൻ 1923 ഇൻ ആൻ അപ്പർ മിഡിൽ ക്ലാസ്. ഇത് നമ്മൾ ലീല ദുബെയെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസവും ജീവിത വളർച്ചയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രത്യേകം നോക്കുക. ഇനി അവരുടെ പ്രധാനപ്പെട്ട വർക്കിലേക്ക് നമുക്ക് പോകാം. ലീല ദുബെസ് ആന്ത്രപ്പോളജിക്കൽ വർക്ക് ബിഗാൻ വിത്ത് ഹെർ ഡോക്ടർ സ്റ്റഡി ഓഫ് ദ ഗോൺ കമ്മ്യൂണിറ്റി ഇൻ സെൻട്രൽ ഇന്ത്യ. അപ്പൊ ലീല ദുബെ, അവരുടെ ഹസ്ബൻഡിന്റെ പേരാണ് ശ്യാം ചന്ദ്ര ദുബെ. അവര് കമ്മ്യൂണിറ്റിയുടെ ആ പ്രത്യേക ട്രഡീഷന് വിരുദ്ധമായിട്ട് വേറെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ നടത്തിയത്. എന്നാലും അദ്ദേഹം ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് നടക്കുമ്പോൾ അദ്ദേഹത്തിനെ അനുഗമിച്ചിരുന്നു അവര്. അങ്ങനെ അവരും അവരുടെ ഡോക്ടറൽ സ്റ്റഡി ഗോൺ കമ്മ്യൂണിറ്റിനെ കുറിച്ചായിരുന്നു സെൻട്രൽ ഇന്ത്യയിൽ, വിത്ത് എ പർട്ടിക്കുലർ ഫോക്കസ് ഓൺ ഗോൺ വുമൻ. ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് എ ലൈഫ് ലോങ് എൻഗേജ്മെന്റ് വിത്ത് ഇഷ്യൂ ഓഫ് ജെൻഡർ, കാസ്റ്റ്, കിൻഷിപ്പ്. അപ്പൊ ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ലൈഫ് ലോങ് എൻഗേജ്മെന്റ് വിത്ത് ഇഷ്യൂ ഓഫ് ജെൻഡർ, കാസ്റ്റ്, കിൻഷിപ്പ്. ഹെയർ ഡീറ്റെയിൽഡ് എത്തനോഗ്രാഫിക് വർക്ക് ബ്രോട്ട് അലൈവ് ദ വേൾഡ് ഓഫ് ഇന്റർപേഴ്സണൽ ആൻഡ് ഫെമിലിയർ റിലേഷൻഷിപ്പ് ആൻഡ് ദ ലൈവ്ഡ് റിയാലിറ്റീസ് ഓഫ് വുമൻസ് എക്സ്പീരിയൻസ്. ഇതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് അവരുടെ വർക്കിൽ നിന്ന് നമുക്ക് ലൈവ്ഡ് റിയാലിറ്റീസ് സ്ത്രീകളുടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഷീ ഓൾസോ റോട്ട് റിഫ്ലെക്സീവ്ലി അബൌട്ട് ഹെർ പേഴ്സണാലിറ്റി ആസ് എ സ്കോളർ, wife of a distinguished anthropologist and a dutiful housewife, daughter-in-law and mother, and how it impacted her anthropological work. അപ്പൊ അവർ ഈ എല്ലാ പദവികളും ഒരു ഡ്യൂട്ടിഫുൾ ഹൗസ് വൈഫ് ആയിരുന്നു, ഡോട്ടർ ഇൻ ലോ ആയിരുന്നു, വൈഫ് ഓഫ് എ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു, അതുപോലെ ഒരു അമ്മയായിരുന്നു. എന്നിട്ടും അവരുടെ ആന്ത്രപ്പോളജിക്കൽ വർക്ക് അത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഷീ actively engaged with the emerging in literature feminist anthropology, bringing these perspectives to bear in her own detailed examination of structure, culture, and agency. The experience of motherhood cross-culturally has always been a focus of interest. This has been taken further by scholars like Raina Rapp. റൈന റാപ്പ്, അതുപോലെ ഫെയ്യെ ഗിൻസ്ബർഗ് ആൻഡ് നാൻസി സ്കെപ്പർ ഹക്സ്. അപ്പൊ ഇവരെല്ലാവരും ഈ മദർഹുഡ് ക്രോസ് കൾച്ചറലി ഹാസ് ഓൾവേസ് ബീൻ എ ഫോക്കസ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ടോപ്പിക്കിനെ പ്രതിപാദിച്ച് തന്നെ ഇവരും കുറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ദ ഫിസിക്കൽ, മെന്റൽ ആൻഡ് എമോഷണൽ റീപ്രൊഡക്റ്റീവ് ലേബർ ദാറ്റ് വുമൺ എൻഗേജ് ഇൻ ടു ബിയർ ആൻഡ് റേസ് ദെയർ ചിൽഡ്രൻ ഹാസ് ബീൻ explored in detail. An important contribution is the acknowledgement of how inequality between races, classes, ethnicities, and caste shapes the experience of motherhood. In knowledge and representation, in the earlier section on feminist methodology, we examined some of the critical questions raised on issues of research, positionality, and power relations. അപ്പൊ ആദ്യ ഭാഗം ഇതിലെ നമ്മൾ ഈ ഫെമിനിസ്റ്റ് മെത്തഡോളജിയിൽ ഫെമിനിസ്റ്റ് മെത്തഡോളജി എന്നുള്ള സെക്ഷന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ നോക്കിയത് സം ഓഫ് ദ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ റേസ്ഡ് ഓൺ ഇഷ്യൂസ് ഓഫ് റിസർച്ച്, പൊസിഷനാലിറ്റി, പവർ റിലേഷൻസിനെ കുറിച്ചൊക്കെയുള്ള കുറെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിരുന്ന അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഫെമിനിസ്റ്റ് ഹാവ് റേസ് ദ ഇഷ്യൂ ഓഫ് ഇൻസൈഡർ റിസർച്ച് കണ്ടന്റിങ്
that insightful and valuable research can and should be done by those who belong to the community group that they wish to study. This is known as positionality. ഇനി പൊസിഷനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫെമിനിസ്റ്റ് ഹാവ് റേസ്ഡ് ദ ഇഷ്യൂ ഓഫ് ഇൻസൈഡർ റിസർച്ച് കണ്ടന്റിങ് ദ ഇൻസൈറ്റ്ഫുൾ ആൻഡ് വാല്യുബിൾ റിസർച്ച്. അപ്പൊ ഇതിന് ഇൻസൈറ്റ്ഫുൾ ആൻഡ് വാല്യുബിൾ റിസർച്ച് എന്നാണ് പറയുന്നത്. ക്യാൻ ആൻഡ് ഓൺ ഷുഡ് ബി ഡൺ ബൈ ദോസ് ഹു ബിലോങ് ടു ദ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ദാറ്റ് ദേ വിഷ് ടു സ്റ്റഡി. ഏത് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, ഏത് കമ്മ്യൂണിറ്റിനെ കുറിച്ച് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നു, പഠിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ അവരുടെ ഇടയിൽ നിൽക്കുക, നിന്ന് റിസർച്ച് ചെയ്യുക. അതാണ് ഇതിനെ ദിസ് ഈസ് നോൺ ആസ് പൊസിഷനാലിറ്റി. ഇതിനെയാണ് പൊസിഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി കണ്ടംപററി ഇഷ്യൂസ്, ഡിഫറെന്റ് dimensions of gender experience have been explored. Gender experience have been explored. The study of men and masculinities has become an important area of inquiry. How is male dominance constructed, enacted? Male domination, പുരുഷ മേധാവിത്വം എങ്ങനെയാണ് നിർമ്മിതമായതും എനാക്ട് ചെയ്യുന്നതെന്ന്. ഹൗ ഈസ് മസ്കുലിൻ ഐഡന്റിറ്റി അക്വയർഡ്? മസ്കുലിൻ ഐഡന്റിറ്റി എങ്ങനെയാണ് അവർ നേടിയെടുത്തത്? ദീസ് ഇൻക്വയറീസ് ചലഞ്ച് എൻട്രഞ്ച്ഡ് അസംഷൻസ് അബൌട്ട് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ. അത് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷനിൽ അവസാനിച്ച് ഈ കാര്യങ്ങളുടെ അന്വേഷണം. ലെസ്ബിയൻ ആൻഡ് ഗേ ഓർ ക്യൂർ ആന്ത്രപ്പോളജി ഡയറക്ട്ലി ട്രൂ ഇൻസ്പിറേഷൻ ഫ്രം ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജി. അപ്പൊ ലെസ്ബിയൻ ആൻഡ് ഗേ അതുപോലെ ക്യൂർ ആന്ത്രപ്പോളജി എന്നൊക്കെ ഉള്ള അതിനൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നത് ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജിയിൽ നിന്നാണ്. സ്റ്റഡീസ് ഓഫ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഫിനോമിന ഡിപ്പെൻഡ് അപ്പോൺ understanding about sex, gender, embodiment and identify which are at the core of the feminist inquiry. അപ്പൊ ഫെമിനിസ്റ്റ് എൻക്വയറിയുടെ കോർ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സെക്സ്, ജെൻഡർ, എംബോഡിമെന്റ് ആൻഡ് ഐഡന്റിറ്റി വിച്ച് ആർ അറ്റ് ദ കോർ ഓഫ് ദ ഫെമിനിസ്റ്റ് എൻക്വയറി. സ്റ്റഡീസ് ഓഫ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഫിനോമിന. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സെക്സ്, ജെൻഡർ, എംബോഡിമെന്റ് ആൻഡ് ഐഡന്റിഫൈ വിച്ച് ആർ അറ്റ് ദ കോർ ഓഫ് ദ ഫെമിനിസ്റ്റ് എൻക്വയറി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലെസ്ബിയൻ and gay or queer anthropology directly do inspiration from feminist anthropology എന്ന് പറയുന്നത്. ഇനി let us sum up. This unit has attempted to bring out the impact of feminist theory and practices on ethnography. അപ്പൊ ഫെമിനിസ്റ്റ് തിയറി അതിന്റെ പ്രാക്ടീസസും എത്തനോഗ്രഫിയിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്ന് കാണിക്കാനാണ് ഈ ചാപ്റ്റർ നമുക്ക് സഹായം നൽകുന്നത്. ഫെമിനിസ്റ്റ് പോയിന്റ് ടു ആൻഡ്രോസെൻട്രിസ്റ്റ് ബൈസ് ആൻഡ് മെയിൽ സെന്റേർഡ് എത്തോസ്. ഫെമിനിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പുരുഷ മേധാവിത്വവും അവരുടെ പക്ഷപാതപൂർണമായിട്ടുള്ള രീതികളുമാണ്. വൈൽ എ നമ്പർ ഓഫ് അപ്സ്റ്റാൻഡിംഗ് വുമൺ എത്തനോഗ്രാഫേഴ്സ് ഇൻക്ലൂഡിംഗ് ബെൻഡിക്റ്റ്, മീഡ്, റിച്ചാർഡ് ആൻഡ് കാബറി ഡിഡ് മേക്ക് their mark, it was not until the second wave of the feminist movement in the 1970s that large numbers of enthusiastic feminist scholars made inroads into anthropology and sociology and changed them forever. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലും സ്ത്രീകൾക്കൊന്നും ഒരു സ്ഥാനവും അധികാരവും കിട്ടിയിരുന്നില്ല. എന്നാൽ 1970 ആ സെക്കൻഡ് വേവ് ഓഫ് ദ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനോടുകൂടി ഈ റിസർച്ച് ഫീൽഡിലും ആന്ത്രപ്പോളജിയിലും സോഷ്യോളജിയിലും ഒക്കെ സ്ത്രീകൾ അവരുടേതായ ഭാഗം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. ഫെമിനിസ്റ്റ് മെത്തഡോളജി വിച്ച് റിജക്റ്റഡ് പോസിറ്റിവിസം ആൻഡ് സെലിബ്രേറ്റഡ് ഫ്രണ്ട്ഷിപ്പ്. ഫെമിനിസ്റ്റ് മെത്തഡോളജി പോസിറ്റിവിസത്തിനെ റിജക്റ്റ് ചെയ്യുകയും ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ദ ഹൈറാർക്കി ഓഫ് റിസർച്ച്. റിലേഷൻഷിപ്പ് ബ്രോട്ട് എ ന്യൂ പെർസ്പെക്റ്റീവ് ഇൻ എത്തനോഗ്രാഫിക് റിസർച്ച്. അപ്പൊ ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ഫെമിനിസ്റ്റ് മെത്തഡോളജിയിൽ അവർ പോസിറ്റിവിസത്തിനെതിരാണ്. അവിടെ ഉള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ദ ഹൈറാർക്കി ഓഫ് റിസർച്ച് റിലേഷൻഷിപ്പ്. റിസർച്ച് റിലേഷൻഷിപ്പിലുള്ള ആ പണ്ടത്തെ ഹൈറാർക്കി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പോസിറ്റിവിസത്തിലുള്ള ഹൈറാർക്കി മാറ്റിയിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ ഫെമിനിസ്റ്റുകളുടെ രീതി. അത് ഇറ്റ് ഗീവ് എ
perspective in ethnographic research. These interventions in matters of theory and methodology made the field stronger and more rigorous. അപ്പോൾ these interventions, ഈ ഇടപെടലുകൾ in matters of theory and methodology, തിയറിയിലും മെത്തഡോളജിയിലും ഉള്ള ഈ ഒരു ചിന്താഗതി made the field stronger, ആ ഫീൽഡിനെ കൂടുതൽ ശക്തിമത്താക്കുകയും ആൻഡ് മോർ റിഗറസ്, കൂടുതൽ റിഗറസ് ആക്കുകയും ചെയ്തു. ജെൻഡർ ഹാസ് ബിക്കം എ ക്രിട്ടിക്കൽ ഫോക്കസ് ഓഫ് സോഷ്യൽ സയൻസ് എൻക്വയറി. സോഷ്യൽ സയൻസ് എൻക്വയറി അതുപോലെ എത്തനോഗ്രാഫിക് റിസർച്ചിലൊക്കെ ജെൻഡർ ഒരു ക്രിട്ടിക്കൽ ഫോക്കസ് ആയിട്ട് മാറി. ആൻഡ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഓഫ് ദ വേസ് ഓഫ് ഡൂയിങ് എത്തനോഗ്രഫി ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ച്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് ഇതിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു പോവുക. ഇതോടുകൂടി യൂണിറ്റ് 14 അവസാനിച്ച്. ഇനി ഈ കോഴ്സിൽ 2 യൂണിറ്റുകളും കൂടിയുണ്ട്, യൂണിറ്റ് 15 ആൻഡ് യൂണിറ്റ് 16. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.